ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആനന്ദിനി ദേവിദാസി. നമ്മൾ ഇന്ന് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 ശ്ലോകം 18 വായിക്കുന്നത്. എല്ലാവരും കേൾക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്വിതാംശ്ച. हे कृष्ण करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांदा राधा कांदा नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. 18ാമത് ശ്ലോകമാണ് വായിക്കുന്നത്. കേൾക്കുക. യഥാ വിനിയതം ചിത്തമാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. യഥാ എപ്പോൾ, ചിത്തം മനസ്സും അതിൻ്റെ പ്രവർത്തനങ്ങളും, വിനിയതം നിയന്ത്രിതമായിട്ട്, ആത്മനി ഏവ ആത്മാവിൽ തന്നെ, അവതിഷ്ഠതേ സ്ഥിതി ചെയ്യുന്നു, സർവകാമേഭ്യ സർവകാമങ്ങളിൽ നിന്നും, നിസ്പൃഹ നിസ്പൃഹനായി, സ അവൻ, തഥാ അപ്പോൾ, യുക്ത ഇതി യുക്തനെന്ന്, ഉച്യത്തെ പറയപ്പെടുന്നു. യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ അയാളെ യോഗയുക്തനെന്ന് പറയപ്പെടുന്നു. ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥമാണ്. ഒരു യോഗിയുടെ പ്രവൃത്തികൾക്ക് മറ്റു മനുഷ്യരുടെ ചെയ്തികളുമായുള്ള വ്യത്യാസം അവയെ യാതൊരു ഭൗതിക അഭിലാഷവും ലൈംഗിക ആസക്തി വിശേഷിച്ചും തീണ്ടാറില്ലെന്നതാണ്. ഭൗതിക ആഗ്രഹങ്ങൾക്കൊന്നിനും ശല്യപ്പെടുത്താനാവാത്ത വിധം സുനിയന്ത്രിതങ്ങളായിരിക്കും ഒരു തികഞ്ഞ യോഗിയുടെ മാനസിക വൃത്തികൾ. ഈ പരിപൂർണ അവസ്ഥയിൽ കൃഷ്ണാവബോധമുള്ളവർക്ക് സ്വാഭാവികമായി തന്നെ എത്തിച്ചേരാം. ഭാഗവതത്തിൽ 9:4-18 ശ്ലോകം മുതൽ 20ാമത് ശ്ലോകം വരെ ഇത് പറയുന്നുണ്ട്. സവൈമന കൃഷ്ണ പദാരവിന്ദയോർ വജാംസി വൈകുണ്ഠ ഗുണാനുവർണനെ കരൗ ഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകരാച്യുത സത്കഥോദയേ മുകുന്ദലിംഗാലയദർശനേ ദൃശൗ തദ്ഭൃത്യ ഗാത്ര സ്പർശേംഗ സംഗമം ഘ്രാണം തത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യാരസനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഋഷികേശ പാദാഭിവന്ദനേ കാമം ച ദാസ്യേന തു കാമകാമ്യയാ യഥോത്തമ ശ്ലോക ജനാശ്രയാരതി. അംബരീഷ മഹാരാജാവ് ആദ്യമായി തൻ്റെ മനസ്സിനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു. പിന്നെ അവിടുത്തെ ദിവ്യഗുണങ്ങളെ പുകഴ്ത്താനായി തൻ്റെ വാക്കുകളും ഭഗവത് ക്ഷേത്ര ശുചീകരണത്തിനായി കൈകളും ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ കർണങ്ങൾ കൃഷ്ണ ഭഗവാന്റെ കഥാശ്രവണത്തിലും, കണ്ണുകൾ ദിവ്യമായ ഭഗവത് സ്വരൂപത്തെ ദർശിക്കുന്നതിലും, ശരീരം ഭക്തന്മാരെ സ്പർശിക്കുന്നതിലും ഏർപ്പെട്ടു. ഘ്രാണേന്ദ്രിയം ഭഗവാൻ അർപ്പിച്ച താമരപ്പൂക്കളുടെ സൗരഭ്യത്തിലും, നാവ് തൃക്കാൽക്കൽ അർപ്പിക്കപ്പെട്ട തുളസീദളങ്ങളുടെ ആസ്വാദനത്തിലും ഒഴുകി. ആ രാജാവിന്റെ കാലുകൾ ഭഗവത് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്രയിലും, ശിരസ് തിരുമുമ്പിൽ പ്രണമിക്കുന്നതിലും, അഭിലാഷങ്ങൾ അവിടുത്തെ ആജ്ഞകൾ നിറവേറ്റുന്നതിലും തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു തികഞ്ഞ ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഈ അഭൗതിക പ്രവൃത്തികളെല്ലാം. ഇങ്ങനെയൊരു അതീന്ദ്രിയ അവസ്ഥ സ്വ അനുഭവത്തിലൂടെ തെളിയിക്കാൻ അവ്യക്തിഗത ബ്രഹ്മ ഉപാസകർക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് അനായാസം അത് സാധിക്കുമെന്ന് അംബരീഷ മഹാരാജാവിന്റെ ജീവിതചര്യയെക്കുറിച്ചുള്ള ഈ വിവരണം സ്പഷ്ടമാക്കുന്നു. നിരന്തര സ്മൃതി കൊണ്ട് മനസ്സ് ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഉറച്ചു കഴിഞ്ഞവർക്ക് അത്തരം അതീന്ദ്രിയ സ്ഥിതി പുലർത്താനാകൂ. ഭക്തിഭരിതമായ പ്രവർത്തനങ്ങളിൽ മേൽപ്പറഞ്ഞ പ്രക്രിയകളെ അർച്ചന, സർവ്വ ഇന്ദ്രിയങ്ങളും സേവനത്തിനായി ഉപയോഗിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നു.
ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും സ്വപ്രവൃത്തികളിൽ വ്യാപൃതമാക്കാൻ ശ്രമിക്കും. വെറും പരിത്യാഗം പ്രായോഗികമല്ല. അതിനാൽ സാമാന്യ ജനങ്ങൾക്ക്, വിശേഷിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കാത്തവർക്ക്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മുൻപറഞ്ഞതുപോലെ അതീന്ദ്രിയ വൃത്തികളിൽ വ്യാപരിപ്പിക്കുന്നത് പൂർണ്ണമായ ആധ്യാത്മിക നേട്ടത്തിനുള്ള പ്രക്രിയയാണ്. ഇതിനെ ഭഗവത്ഗീത യുക്തം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു യോഗി എങ്ങനെയാണ് സാധാരണ ഇന്ദ്രിയ ആസ്വാദനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത്? ഒരു ഭക്തിയോഗി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആ ഒരു യോഗിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഭക്തിയോഗ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങൾ യാതൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ലൈംഗിക ആസക്തി വിശേഷിച്ചും ഉണ്ടാകാറില്ല. ഭൗതിക ആഗ്രഹങ്ങൾക്കൊന്നിനും ശല്യപ്പെടുത്താനാകാത്ത വിധം സുനിയന്ത്രിതങ്ങളായിരിക്കും ഒരു തികഞ്ഞ യോഗിയുടെ മാനസിക വൃത്തികൾ. അപ്പോൾ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, അത്തരത്തിലുള്ള ഇന്ദ്രിയ നിയന്ത്രണങ്ങളാണ് ഒരു യഥാർത്ഥ യോഗിക്ക് ഉള്ളത്. സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഒരു യഥാർത്ഥ യോഗിക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ ആസ്വാദന വിഷയങ്ങളിൽ ഒന്നും താല്പര്യമുണ്ടായിരിക്കുകയില്ല. ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് എങ്ങനെയാണ് ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? അത് അംബരീഷ മഹാരാജാവിന്റെ ആ ഒരു പ്രവൃത്തികളിൽ നിന്ന്, ഭക്തി യോഗ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്ന്. ഭാഗവതത്തിലെ 9:4-18 മുതൽ 9-ാമത് കാണ്ഡം 4-ാമത് അധ്യായം 18-ാമത് ശ്ലോകം 18, 19, 20 ശ്ലോകങ്ങളിലാണ് അംബരീഷ മഹാരാജാവ് എങ്ങനെയാണ് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ ഒരു ശ്ലോകം നമുക്ക് വായിക്കാം. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്: സവൈമനകൃഷ്ണ പാദാരവിന്ദയോർ. മനസ്സിനെ ആദ്യമായിട്ട് മഹാരാജാവ് തൻ്റെ മനസ്സിനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു. പിന്നെ അവിടുത്തെ ദിവ്യ ഗുണങ്ങളെ പുകഴ്ത്താനായി തൻ്റെ വാക്കുകളെ ഉപയോഗിച്ചു. അതാണ് വാചാംസി. വാചാംസി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകൾ. വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ. വൈകുണ്ഠ ഗുണങ്ങളെ വർണ്ണിക്കുന്നതിൽ തൻ്റെ വാക്കുകളെ, വചനങ്ങളെ ഉപയോഗപ്പെടുത്തി. ഭഗവത് ക്ഷേത്ര ശുചീകരണത്തിനായി കൈകളും ഉപയോഗിച്ചു. അതാണ് കരവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകൾ, കരങ്ങൾ. ഹരേർ മന്ദിരമാർജനാദിഷു. ഹരേർ മന്ദിരം, ഹരിയുടെ മന്ദിരത്തെ മാർജനം എന്ന് പറഞ്ഞാൽ ശുചിയാക്കുന്നതിൽ ഉപയോഗിച്ചു. ശ്രുതിം ജഗരാച്യുതസത്കദോദയേ. അദ്ദേഹത്തിന്റെ കർണങ്ങൾ, ചെവികൾ. കർണം എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവി എന്തിലൂടെയാണ്? കർണങ്ങളിലൂടെയാണ് അല്ലെ? അപ്പൊ കർണങ്ങളെ, ചെവികളെ, അദ്ദേഹത്തിന്റെ കർണങ്ങൾ കൃഷ്ണ ഭഗവാന്റെ കഥാശ്രവണത്തിൽ ഏർപ്പെടുത്തി. ചെവികളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി? കൃഷ്ണ ഭഗവാന്റെ കഥാശ്രവണത്തിൽ ഏർപ്പെടുത്തി. കണ്ണുകൾ ദിവ്യമായ ഭഗവത് സ്വരൂപത്തെ ദർശിക്കുന്നതിലും മുകുന്ദലിംഗാലയ ദർശനേ ദൃശവും എന്ന് പറഞ്ഞ എന്താണ്? കണ്ണുകൾ ഭഗവാന്റെ മുകുന്ദലിംഗാലയ ദർശനേ ദൃശവും, കണ്ണുകൾ ഭഗവാന്റെ രൂപത്തെ ദർശിക്കുന്നതിലും, മനോഹരമായിട്ടുള്ള കൃഷ്ണന്റെ രൂപത്തെ ദർശിക്കുന്നതില് അദ്ദേഹത്തിന്റെ കണ്ണുകളെ അദ്ദേഹം എപ്പോഴും ഏർപ്പെടുത്തി. തദ്ഭൃത്യഗാത്ര സ്പർശേംഗ സംഗമം. തദ്ഭൃത്യഗാത്ര സ്പർശേംഗ സംഗമം. ശരീരം ഭക്തന്മാരെ സ്പർശിക്കുന്നതിലും ഏർപ്പെട്ടു. ഘ്രാണം തത്പാദ സരോജ സൗരഭേ. ഘ്രാണം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്ക്. ഘ്രാണേന്ദ്രിയം എന്താണ്? മൂക്ക്. ഭഗവാൻ അർപ്പിച്ച താമരപ്പൂക്കളുടെ സൗരഭ്യത്തിലും. ഘ്രാണം തത്പാദ സരോജ സൗരഭേ. സരോജം എന്ന് പറഞ്ഞാൽ എന്താണ്? പത്മം, താമര. സരോജ, സൗരഭം എന്ന് പറഞ്ഞ
മണക്കുക, സൗരഭം. ശ്രീമത് തുളസ്യാ രസനാം തദർപ്പിതേ. രസന എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്വദിക്കുക. രസന, നാവ്, രുചിക്കുക. ശ്രീമത് തുളസ്യാ രസനാം തദർപ്പിതേ. അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള തുളസിദളങ്ങൾ രുചിക്കുന്നതിൽ നാവിനെ ഏർപ്പെടുത്തി. നാവ് തൃക്കാൽക്കലർപ്പിക്കപ്പെട്ട തുളസിദളങ്ങളുടെ ആസ്വാദനത്തിൽ മുഴുകി. പാദവ് ഹരേ ക്ഷേത്ര പദാനുസർപ്പണേ. പാദങ്ങൾ, ആ രാജാവിന്റെ കാലുകൾ ഭഗവത് ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയിലും. ശിരോ ഹൃഷികേശ പാദാഭിവന്ദനെ. ശിരസ് ഹൃഷികേശൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ, നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അധിപനായിട്ടുള്ള. ശിരോ ഹൃഷികേശ പാദാഭിവന്ദനെ. ഹൃഷികേശൻ എന്ന് ഇവിടെ ആരെയാണ് വിളിക്കുന്നത്? കൃഷ്ണനെയാണ് വിളിക്കുന്നത്. ഹൃഷികേശ പാദാഭിവന്ദനെ. ശിരസ് എപ്പോഴും എന്താണ്? കൃഷ്ണന്റെ പാദങ്ങൾക്ക് മുന്നിൽ നമസ്കരിച്ചു, പ്രണമിച്ചു. കാമം ച ദാസ്യേന ദുകാമകാമ്യയാ. അഭിലാഷങ്ങൾ അവിടുത്തെ ആജ്ഞകൾ നിറവേറ്റുന്നതിലും തുടർന്നുകൊണ്ടേയിരുന്നു. കൃഷ്ണന് വേണ്ടിയിട്ടുള്ള കൃഷ്ണന്റെ ഇഷ്ടങ്ങൾ, കൃഷ്ണന്റെ അഭിലാഷങ്ങൾ എന്താണോ അത് നിറവേറ്റുന്നതിലുള്ള അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് തൻ്റെ അഭിലാഷങ്ങൾ ചുരുങ്ങി. ഒരു തികഞ്ഞ ഭക്തന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നമ്മൾ അംബരീഷ മഹാരാജാവിൻ്റെ ഈ പ്രവൃത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു യോഗിക്ക് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് ഒരു യോഗിക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്. ഒരു തികഞ്ഞ ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഈ അഭൗതികമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം. ഇങ്ങനെയൊരു അതീന്ദ്രിയ അവസ്ഥ അനുഭവത്തിലൂടെ തെളിയിക്കാൻ അവ്യക്തിഗത ബ്രഹ്മോപാസകർക്ക് സാധിച്ചെന്ന് വരില്ല. എന്ന് പറഞ്ഞാല് പരമസത്യത്തിന് രൂപമില്ല എന്ന് പറഞ്ഞിട്ട് ഉപാസിക്കുന്നവരുണ്ട്. പരമസത്യം കൃഷ്ണനാണ്. ആ കൃഷ്ണന് രൂപമുണ്ട്, ആ പരമസത്യത്തിന് രൂപമുണ്ട്, ആ രൂപമാണ് കൃഷ്ണന്റേത്. അപ്പോൾ ഈ ഒരു അതീന്ദ്രിയ അവസ്ഥ, ഇങ്ങനെ സർവ്വ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതീന്ദ്രിയ അവസ്ഥ, ഈ ഭഗവാന് രൂപമില്ല അല്ലെങ്കിൽ പരമസത്യത്തിന് രൂപമില്ല എന്ന് വാദിക്കുന്നവർക്ക് ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് അനായാസം അത് സാധിക്കുമെന്ന് അംബരീഷ മഹാരാജാവിന്റെ ജീവിതചര്യയെ കുറിച്ചുള്ള ഈ വിവരണം സ്പഷ്ടമാക്കുന്നു. നിരന്തര സ്മൃതി കൊണ്ട് മനസ്സ് ഭഗവത് പാതാരവിന്ദങ്ങളിൽ ഉറച്ചു കഴിഞ്ഞവർക്ക് അത്തരം അതീന്ദ്രിയ സ്ഥിതി പുലർത്താനാകും. എപ്പോഴാണ് തൻ്റെ ഈ ഇന്ദ്രിയ ആസ്വാദന പ്രവണതകളിൽ നിന്നെല്ലാം വിട്ടിട്ട് നമുക്ക് കൃഷ്ണന്റെ സേവന പ്രവർത്തനത്തിൽ മാത്രം മുഴുകാൻ സാധിക്കുന്നത്? എപ്പോഴാണ്? ഭൗതികമായിട്ടുള്ള ഭഗവാനെ നമ്മളുടെ ഏതൊരു വ്യക്തിയുടെ മനസ്സാണോ എപ്പോഴും കൃഷ്ണനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്, അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ എപ്പോഴും കൃഷ്ണനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തിഭരിതമായ പ്രവർത്തനത്തിൽ മേൽപ്പറഞ്ഞ പ്രവൃത്തികളെ അർച്ചന എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ അർച്ചന എന്ന് പറയുന്ന പദം കൊണ്ട് ആ പദത്തിന്റെ അർത്ഥമാണ് പറയുന്നത്. സർവ്വ ഇന്ദ്രിയങ്ങളെയും കൃഷ്ണന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതാണ് അർച്ചന എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും സ്വപ്രവൃത്തികളിൽ വ്യാപൃതമാക്കാൻ ശ്രമിക്കുക. വെറും പരിത്യാഗം പ്രായോഗികമല്ല. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ പരിത്യജിക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനോ മനസ്സിനെ നിയന്ത്രിക്കുവാനോ സാധിക്കുന്നതല്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ ഇന്ദ്രിയങ്ങളെയെല്ലാം കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുക. അതാണ് ശരിയായിട്ടുള്ള പരിത്യാഗം. അപ്പോൾ ശരിയായിട്ടുള്ള പരിത്യാഗം എന്താണ്? സർവ്വ ഇന്ദ്രിയങ്ങളെയും കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുക. അതാണ് ശരിയായിട്ടുള്ള പരിത്യാഗം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ വേറെ ഒരു വഴിയും ഇല്ല. അപ്പോൾ ഈ ഒരു പ്രക്രിയയെ, ഈ ഭക്തിയെ, സർവ്വ ഇന്ദ്രിയങ്ങളെയും
കൃഷ്ണസേവനത്തിൽ ഏർപ്പെടുത്തുന്ന ഈ ഒരു യോഗ പ്രക്രിയയെ യുക്തമെന്ന് ഭഗവത്ഗീത വിശേഷിപ്പിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള മാർഗം. അതാണ് യുക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.